ഹായ്, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് OSന്റെ മൊഡ്യൂൾ 4ലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പോളിംഗ്, പ്രോഗ്രാംഡ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ആൻഡ് ഇന്ററപ്റ്റ്? അതായത് പോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ CPU എപ്പോഴും എന്തെങ്കിലും പ്രോസസ്സ് നടക്കുന്നുണ്ടോ, എന്തെങ്കിലും ഇൻപുട്ട് ഔട്ട്പുട്ട് നടക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഇങ്ങനെ ഒരു ലൂപ്പായിട്ട് അതിങ്ങനെ എപ്പോഴും കണ്ടിന്യൂസ്ലി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ബിസി വെയിറ്റിംഗ് ഉണ്ടാവും. അപ്പോൾ എന്ത് സംഭവിക്കും? CPUവിൻ്റെ സൈക്കിൾ വെറുതെ വേസ്റ്റ് ആയി പോകും. അതാണ് പ്രോഗ്രാംഡ് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇന്ററപ്റ്റ് ഡ്രിവൺ ഇൻപുട്ട് ഔട്ട്പുട്ട്? ഇന്ററപ്റ്റ് ഡ്രിവൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPU ഒരു കമാൻഡ് ഇഷ്യൂ ചെയ്യും, എന്നിട്ട് വേറെ ടാസ്കിലേക്ക് മൂവ് ചെയ്യും. ഈ സമയത്ത് അങ്ങനെ വേറൊരു ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന ഡിവൈസ് റെഡി ആവുകയാണെങ്കിൽ അതൊരു സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യും. ആ സിഗ്നലിനെയാണ് നമ്മൾ ഇന്ററപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് CPUവിന് ആ പ്രോസസ്സിനെ കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ ചെയ്തുകൊണ്ടിരുന്ന ടാസ്കിലേക്ക് തിരിച്ചു പോകാനായിട്ട് സാധിക്കും. Explain the concept of DMA, Direct Memory Access. ഡയറക്റ്റ് മെമ്മറി ആക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ CPUവിൻ്റെ വർക്ക് ലോഡ് കുറയ്ക്കാനും അതിൻ്റെ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാനും ഹൈ സ്പീഡിനും ഒക്കെ വേണ്ടിയിട്ടാണ് DMA നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് നമുക്കിപ്പോൾ ഒരു ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യണം, ഡയറക്റ്റ് ട്രാൻസ്ഫർ ആണ് ഫ്രം ഓർ ടു ദ മെയിൻ മെമ്മറി. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് മെമ്മറി ആക്സസ് എന്ത് ചെയ്യും? CPUവിലേക്ക് ഒരു റിക്വസ്റ്റ് കൊടുക്കും. ആ റിക്വസ്റ്റ് CPU ഗ്രാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് മെമ്മറി ആക്സസ് ആയിരിക്കും ആ ഡേറ്റ ട്രാൻസ്ഫർ അവിടെ നടത്തുന്നത്. അതാണ് DMA. ഇനി ഡിഫൈൻ ഹാർഡ് ഡിസ്ക് ജോമെട്രി ടേംസ്, സീക്ക് ടൈം ആൻഡ് റൊട്ടേഷണൽ ലേറ്റൻസി. സീക്ക് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്ക് ആം സിലിണ്ടറിലെ ഹെഡിൻ്റെ മുകളിൽ കൂടെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി, അതായത് നമുക്ക് വേണ്ട ഡിസൈഡ് സെക്ടറിലൂടെ സിലിണ്ടറിൻ്റെ ഹെഡ് മൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ സീക്ക് ടൈം എന്ന് പറയുന്നത്. റൊട്ടേഷണൽ ലേറ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈഡ് സെക്ടർ റീഡ് ഓർ റൈറ്റ് ഹെഡിൻ്റെ അണ്ടറിൽ റൊട്ടേറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമാണ് റൊട്ടേഷണൽ ലേറ്റൻസി. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഹാർഡ് ലിങ്ക്സ് ആൻഡ് സിംബോളിക് ലിങ്ക്സ്. ഹാർഡ് ലിങ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഐനോഡ് ഓഫ് എ ഫയൽ ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ സെയിം ഡേറ്റ ഷെയർ ചെയ്യുന്നുണ്ടാവും. ആ ഫയലിലേക്കുള്ള ഡയറക്റ്റ്ലി എൻട്രിയിലേക്ക് ലിങ്ക് ചെയ്യുന്നതിനാണ് ഹാർഡ് ലിങ്ക് എന്ന് പറയുന്നത്. സിംബയോളിക് അല്ലെങ്കിൽ സോഫ്റ്റ് ലിങ്ക് ആണ്. അത് ലിങ്ക് ചെയ്യുന്നത് ഒരു സെപ്പറേറ്റ് ഫയലിലേക്കായിരിക്കും. അത് നമ്മുടെ ഒറിജിനൽ ഫയലിലേക്കുള്ള പാത്ത് ഉണ്ടായിരിക്കും, അതിനകത്തേക്ക് ലിങ്ക് ചെയ്യുന്നതാണ് സോഫ്റ്റ് ലിങ്ക്. ഹാർഡ് ലിങ്ക് ആണ് ഡയറക്റ്റ്ലി ഐനോഡ് ഓഫ് ദ ഫയലിലേക്ക് നമ്മൾ ലിങ്ക് ചെയ്യിക്കുന്നത്. ഇനി ഒറിജിനൽ ഫയൽ ഡിലീറ്റ് ആയി പോയെന്ന് വിചാരിക്കുക, നമ്മുടെ സിംബോളിക് ലിങ്കിനെ അപ്പോൾ ഡാംഗ്ലിംഗ് എന്നാണ് വിളിക്കുന്നത്. വാട്ട് ഈസ് എ ഫയൽ ഡിസ്ക്രിപ്റ്റർ? എന്താണ് ഒരു ഫയൽ ഡിസ്ക്രിപ്റ്റർ? ഫയൽ ഡിസ്ക്രിപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഫയൽ ഓപ്പൺ ചെയ്തെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ക്ലോസ് ചെയ്തു, എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ നമ്മൾ ഒരു ഫയലിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം ട്രാക്ക് ചെയ്യുന്നതാണ് ഫയൽ ഡിസ്ക്രിപ്റ്റർ. ഇപ്പം ഞാനൊരു ഫയൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫയൽ ഡിസ്ക്രിപ്റ്റർ എന്ത് ചെയ്യും? ഒരു നോൺ നെഗറ്റീവ് ഇൻറ്റിജറിനെ OSൽ റിട്ടേൺ ചെയ്യും. അപ്പോൾ OSന് എന്ത് മനസ്സിലാവും? ഞാൻ ആ ഫയൽ അവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതപ്പോൾ എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? ഇറ്റ് ആക്ട്സ് ആസ് ആൻ ഇൻഡെക്സ് ഇൻടു എ പെർ പ്രോസസ് ടേബിൾ ദാറ്റ് ട്രാക്സ് ഓപ്പൺ ഫയൽസ്, their current offsets and access modes. ഇനി 9 മാർക്ക് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ക് ഷെഡ്യൂളിംഗ് അൽഗോരിതംസ്. ഇതാണ് ഇതിനകത്തെ ഈ മൊഡ്യൂളിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ്. 9 മാർക്കിന് മിക്കവാറും ഏതെങ്കിലും ഒരു ഡിസ്ക് ഷെഡ്യൂളിംഗ് അൽഗോരിതം ആയിരിക്കും ചോദിക്കുന്നത്. ഈ 3 മാത്രമല്ല, സീലുക്ക് ഉണ്ട്, സി സ്കാൻ ഉണ്ട്, അത് എല്ലാം വെച്ചിട്ട് ചോദിക്കാം. അപ്പോൾ അതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം FCFS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്. നമ്മൾ നേരത്തെ അൽഗോരിതത്തിൽ പഠിച്ച സെയിം സംഭവം തന്നെയാണ്. പക്ഷെ ഇവിടെ ഡിസ്കിൻ്റെ അണ്ടറിൽ വരുന്നതുകൊണ്ട് FCFSൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്താണെന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, പക്ഷെ ഹെഡ് മൂവ്മെൻറ്റ് ഹൈ ആയിരിക്കും. വരുന്ന അതേ ഓർഡറിലായിരിക്കും നമ്മൾ എല്ലാ ഡിസ്ക് ഷെഡ്യൂളിങ്ങും നടത്തുന്നത്. അപ്പോൾ അത് പല സ്ഥലത്തേക്ക് പോകുമ്പോൾ ഹെഡ് മൂവ്മെൻറ്റ് കൂടുതലായിരിക്കും. SSTF, ഷോർട്ടസ്റ്റ് സീക്ക് ടൈം ഫസ്റ്റ്. സെലക്ട് ദ റിക്വസ്റ്റ് ക്ലോസസ്റ്റ് ടു ദ കറന്റ് ഹെഡ് പൊസിഷൻ. അത് നമ്മുടെ ഹെഡ് ഇപ്പോൾ എവിടെയാണോ നിൽക്കുന്നത് അതിൻ്റെ ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഏതാണോ സ്ട്രിങ്ങിലുള്ളത് അതിൻ്റെ അടുത്തേക്കായിരിക്കും അത് മൂവ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് പറ്റും? ഡിസ്റ്റന്റ് റിക്വസ്റ്റിന് സ്റ്റാർവേഷൻ സംഭവിക്കും. സ്കാൻ, അതിന് നമ്മൾ ഇലവേറ്റർ അൽഗോരിതം എന്നും പറയും. ഹെഡ് മൂവ്സ് ഫ്രം വൺ എൻഡ് ഓഫ് ദി ഡിസ്ക് ടു ദ അതർ, സർവീസിംഗ് റിക്വസ്റ്റ്, ദെൻ റിവേഴ്സസ്. It provides lower variance in response time. Describe the structure of an inode and the multi-level indexing scheme.
ഐനോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫയലിന്റെ മെറ്റാ ഡേറ്റ ആണ് ഐനോഡിൽ സ്റ്റോർ ചെയ്യുന്നത്. ഫയലിലെ ഡേറ്റാസ് ഒന്നും ഐനോഡിൽ കാണത്തില്ല, അതിന്റെ മെറ്റാ ഡേറ്റ, ആ ഫയലിന്റെ സൈസ് എന്തോരമുണ്ട്, അതിന്റെ ഓണർ എന്താ, ഓണർ ആരാണ്, പെർമിഷൻസ് എന്തൊക്കെയാണ്, അതെല്ലാം ആയിരിക്കും ഐനോഡിൽ സ്റ്റോർ ചെയ്യുന്നത്. ഫയലിന്റെ അകത്തുള്ള ഡേറ്റ ഒഴിച്ച് ബാക്കിയെല്ലാം ഐനോഡിൽ കാണും. ഇനി ഐനോഡിലെ ഡയറക്റ്റ് പോയിന്റേഴ്സ് സ്മോൾ ഫയലിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഇനി ഇൻഡയറക്റ്റ് പോയിന്റേഴ്സ് എന്തിനാ? സിംഗിൾ, ഡബിൾ ആൻഡ് ട്രിപ്പിൾ ഇൻഡയറക്റ്റ് ബ്ലോക്സ് ടു പോയിന്റ് ടു ഫർദർ ബ്ലോക്സ് ഓഫ് പോയിന്റേഴ്സ്. ഇറ്റ് അലോസ് സപ്പോർട്ട്സ് ഫോർ എക്സ്ട്രീംലി ലാർജ് ഫയൽസ്. ലാർജ് ഫയൽസിനാണ് നമ്മൾ ഇൻഡയറക്റ്റ് പോയിന്റർ യൂസ് ചെയ്യുന്നത്. Discuss the Linux input-output schedulers, elevator and CFQ. Complete fair queuing. Elevator scheduler എന്ന് പറഞ്ഞാൽ മെർജ് ആൻഡ് സോർട്ട് റിക്വസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാ? മിനിമൈസ് സീക്ക് ടൈം. സീക്ക് ടൈം കുറയ്ക്കാൻ വേണ്ടി മെർജ് ആൻഡ് സോർട്ട് റിക്വസ്റ്റ് ആണ് എലവേറ്റർ ഷെഡ്യൂളിംഗ് നടത്തുന്നത്. CFQ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫെയർ ഷെയർ ഓഫ് ഇൻപുട്ട് ഔട്ട്പുട്ട് ബാൻഡ്വിഡ്ത്ത് ടു ഓൾ പ്രോസസ് ബൈ മെയിൻറ്റെയിനിങ് പെർ പ്രോസസ് ക്യൂസ് ആൻഡ് യൂസിങ് ടൈം സ്ലൈസസ് ടു സർവീസ് ദം. അതായത് നമ്മൾ ഒരു കൃത്യമായ ടൈം സ്ലൈസ് ഉണ്ടായിരിക്കും CFQന്. അപ്പം എല്ലാത്തിനും ഒരു ഈക്വൽ ബാൻഡ്വിഡ്ത്ത് ഉണ്ടായിരിക്കും. അപ്പം അവിടെ ഒരു ഹോഗിങ് ഉണ്ടാവില്ല ഡിസ്കിൽ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ വിർച്വൽ ഫയൽ സിസ്റ്റം ആൻഡ് ഇറ്റ്സ് കീ ഒബ്ജക്ട്സ്. വിർച്വൽ ഫയൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു അബ്സ്ട്രാക്ഷൻ ലെയർ ആണ് കെർണലിലെ ഒരു അബ്സ്ട്രാക്ഷൻ ലെയർ ആണ് വിർച്വൽ ഫയൽ സിസ്റ്റം. അതിനകത്ത് ഡിഫറെൻറ്റ് ഫയൽ സിസ്റ്റംസ് ഉണ്ട്. ext4 ഉണ്ട്, NFS ഉണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. ഇത് എല്ലാം കൂടെ കോഎക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ VFS എന്ന അബ്സ്ട്രാക്ഷൻ ലെയർ യൂസ് ചെയ്യുന്നത്. അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ബ്ലോക്ക്, ഇൻഫർമേഷൻ അബൌട്ട് ദ സ്പെസിഫിക് ഫയൽ സിസ്റ്റം ആയിരിക്കും സൂപ്പർ ബ്ലോക്കിൽ ഉണ്ടാവുക. ഐനോഡ് ഒബ്ജക്റ്റ്, ഇൻഫർമേഷൻ അബൌട്ട് എ സ്പെസിഫിക് ഫയൽ. ഡെൻട്രി ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ടറി എൻട്രിയിലേക്കുള്ള ഇൻഫർമേഷൻ ആയിരിക്കും ഉണ്ടാവുന്നത്. ഫയൽ ഒബ്ജക്റ്റ്, ഇൻഫർമേഷൻ അബൌട്ട് ആൻ ഓപ്പൺ ഫയൽ. അപ്പോൾ ഇത്രയാണ് കുറച്ച് മെയിൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ഇതിനകത്ത് C-സ്കാൻ അതുപോലത്തെ അൽഗോരിതം എല്ലാം നമുക്ക് ചെയ്ത് കാണിക്കാനുള്ളതാണ്. അത് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.